പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോടാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറുമായ ഇരിങ്ങൽ കൃഷ്ണൻ മാഷെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും സമാരാധ്യരെ, പ്രിയങ്കരരെ, നമ്മുടെ എക്കാലത്തെയും പ്രിയങ്കരനും മാർഗദർശിയുമായിരുന്ന കലാനാഥൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികം ആചരിക്കുകയാണ്. അദ്ദേഹം കാട്ടിത്തന്ന വഴികൾ, പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാം പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഓർമ്മകളുടെ ആചരണത്തിൻ്റെ ലക്ഷ്യം എന്ന് ഞങ്ങൾ നേരത്തെ നോട്ടീസ് വഴി തന്നെ പറഞ്ഞിരുന്നു. കലാനാഥൻ മാസ്റ്ററെ പറ്റി ഒരു സ്വാഗത ഭാഷകന് പറയാവുന്ന 4-5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റുന്നതാണ്. ഏതാണ്ട് 45 വർഷത്തിലധികം സാറുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, ദൈനംദിന ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുവാൻ അവസരം ലഭിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. കേരളത്തിലും കേരളത്തിന് പുറത്തുമായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റേഷനിസ്റ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുമായി പല സ്റ്റേറ്റുകളിലും പോയപ്പോൾ അവിടെ അദ്ദേഹത്തോടൊപ്പം പോകുവാൻ അവസരം ലഭിച്ചത് എനിക്കും ധനുവച്ചപുരം സുകുമാരനുമാണ്. അപ്പോഴെല്ലാം തീവണ്ടി യാത്രകളിലും നമ്മൾ വിശ്രമിക്കുന്ന സങ്കേതങ്ങളിൽ നിന്നെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് യുക്തിവാദി സംഘത്തെക്കുറിച്ചും യുക്തിവാദത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും മാത്രമാണ്. ആർക്കും പരിചയമില്ലാത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിന്ന് ഗോരഖ്പൂരേക്ക് ഒരു യാത്ര ചെയ്ത അവസരത്തിൽ ട്രെയിനിൽ ശൗചം ചെയ്യാൻ പോയ അവസരത്തിൽ കമ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ വേണമെന്ന് നിരീക്ഷിച്ചുകൊണ്ട് തിരിച്ചു വന്ന് അദ്ദേഹം പറയുകയുണ്ടായി, കൃഷ്ണൻ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കണം, പറയുന്ന കാര്യങ്ങൾ വരച്ചെടുക്കണം. 20 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ബയോ സംവിധാനം നമ്മുടെ ട്രെയിനുകളിൽ വന്നിട്ടില്ലാത്ത കാലം. ബയോ സംവിധാനം ഉണ്ടാക്കുവാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് ഇവിടെ നിന്ന് ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ വരെ അദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങൾ എഴുതി തന്നു. 200 പേജുള്ള നോട്ടിൽ അദ്ദേഹം ചിത്രങ്ങളും വരച്ചു തന്നു. അത് പിന്നീട് ഒരു പ്രത്യേക അന്വേഷണവുമായി വള്ളിക്കുന്ന് വീട്ടിലെത്തിയപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ ഒരു പ്രോജക്റ്റും അതോടൊപ്പമുള്ള ചിത്രവും വരച്ചുകൊണ്ട്, കൃഷ്ണൻ, ഇത് ഞാൻ നമ്മുടെ റെയിൽവേ മന്ത്രി ഇ അഹമ്മദിനെ സമർപ്പിക്കുവാൻ പോവുകയാണ്. അന്ന് അഹമ്മദിന് അത് വാങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇത് വണ്ടികളിൽ പരിപാലിക്കുമോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല, എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഉത്തരേന്ത്യൻ എൻജിനീയർമാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ തരുന്ന പ്രോജക്റ്റ് തീർച്ചയായിട്ടും ഞാൻ അവിടെ എത്തിക്കും. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് തന്നെ ഈ പ്രോജക്റ്റിൻ്റെ പ്രതിഫലനങ്ങൾ തീവണ്ടികളിൽ കണ്ടു തുടങ്ങി. വണ്ടിയിൽ ശൗചം ചെയ്യുന്ന മുറിയിൽ ഒരു പാട്ട് നിക്ഷേപിക്കുന്നത് ചങ്ങലയിലൂടെയാവണമെന്ന് ആ ചങ്ങലയുടെ ചിത്രം പോലും അദ്ദേഹം വരച്ചിരുന്നു. അത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആസൂത്രണ പടുവായ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി, ഇത് സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം, പലർക്കും ഇതിനെക്കുറിച്ച്
അറിവില്ല. ഇപ്പോൾ സാർവത്രികമായി ബയോ ടോയ്ലറ്റുകൾ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു നിർദ്ദേശം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ആളുകൾ പുറത്തേക്ക് വിടുന്ന ഫീക്കൽ സബ്സ്റ്റൻസ് അതൊരു പ്രത്യേക കുഴൽ വഴി ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് നിക്ഷേപിക്കുകയും അവിടെ നിന്ന് ചില പ്രത്യേക റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ അത് പുറത്തേക്ക് വമിപ്പിക്കുവാനുള്ള സംവിധാനമുണ്ടാക്കുകയും അത് ഷൊർണൂർ പോലെയുള്ള സ്റ്റേഷനിൽ വെള്ളമെടുക്കുന്ന പോലെ സംവിധാനമുണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ റെയിലിൽ നിറയെ മാലിന്യം കാണുകയില്ല. ഇതിന് ഉപോത്ബലകമായത് ഒരു പത്രത്തിൽ വന്നിരിക്കുന്ന കാര്യമാണ്. ഒരു ദിവസത്തിൽ ദക്ഷിണ റെയിൽവേ 1750 ടൺ മലം പുറത്തേക്ക് വിസർജിക്കുന്നു എന്നുള്ളൊരു കണക്ക് വന്നപ്പോൾ ആ കണക്ക് കാണിച്ചതായിരുന്നു സാറിന് ഇത്തരം ഒരു പ്രേരണ ഉണ്ടായത്. ഞാൻ അത് പറഞ്ഞതിൽ ക്ഷമിക്കണം. മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് പോലെ ഒരു അനിൽ മാരാത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇറക്കിയിരുന്നു. 100-ലധികം പേർ എഴുതിയ ആ പുസ്തകത്തിൽ ഞാൻ എൻ്റെ ഗുരുനാഥനെ പോലെയുള്ള യുക്തിവാദിയുടെ ഗുരുനാഥനെ പോലെയുള്ള കലാനാഥൻ സാറിനെ കുറിച്ച് ഞാൻ എഴുതിയത് ശാസ്ത്രാകാശത്തിലെ യുക്തി നക്ഷത്രം എന്നായിരുന്നു. ഇന്നും ഞാനത് എൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു പോയാൽ ഞാൻ വിതുമ്പിപ്പോകും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ക്ഷമിക്കണം. സാറിൻ്റെ ഓർമ്മകൾ വല്ലാതെ തികട്ടുന്നതുകൊണ്ടും ഇത് പറയുവാനുള്ള അവകാശം എന്ത് എന്ന് സ്വയം ചോദിക്കുന്നത് കൊണ്ടും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മളുടെ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ട് വളരെയധികം ദിവസമായിട്ടില്ല. അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ക്ഷണിതാക്കളായിരിക്കുന്ന ആളുകളെ കിട്ടുവാൻ പ്രയാസമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിനുശേഷം നമ്മളുടെ പ്രവർത്തകർ കൂടിച്ചേരുകയും ഇങ്ങനെ ഒരു ദിവസത്തെ മുഴുവൻ ദിവസത്തെ പരിപാടി ആവിഷ്കരിക്കുകയും ചെയ്തു. ആദ്യത്തെ പരിപാടികളെല്ലാം തന്നെ സെമിനാറുകളായിട്ടും രണ്ടാമത്തെ പരിപാടി യു കലാനാഥൻ ഫൗണ്ടേഷൻ്റെ പ്രഖ്യാപനമായും റിസർച്ച് സെൻ്റർ ആൻഡ് ഫൗണ്ടേഷൻ അതിൻ്റെ പ്രഖ്യാപനമായിട്ടും ഉള്ള തരത്തിലാണ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളെയും, നേരത്തെ സംസാരിച്ച എല്ലാ മാന്യ വ്യക്തികളെയും സ്വാഗത ഭാഷണത്തിൽ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഉദ്ഘാടകൻ ശ്രീ ബിനോയ് വിശ്വം അവർകളെ ഞങ്ങൾ യുക്തിവാദ രംഗത്തെ സാധാരണ അഭിവാദ്യങ്ങളോടുകൂടി എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് കലാനാഥൻ ഫൗണ്ടേഷൻ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ പ്രഖ്യാപനം നിർവഹിക്കുന്നത് മുല്ലവീട്ടിൽ മൊയ്തീൻ, ബാവക്ക എന്ന ഓമന പേരിൽ ഞങ്ങൾ വിളിക്കുന്ന മുല്ലവീട്ടിൽ മൊയ്തീനാണ്. എപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്ത് വിളി കേൾക്കുന്ന ആ മനുഷ്യൻ തൻ്റെ അനാരോഗ്യം വകവയ്ക്കാതെ ഇവിടെ വരികയും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുകയുമാണ്. അദ്ദേഹത്തെ ഒരു കുടുംബാംഗത്തിൻ്റെ അധികാരമെടുത്തുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ ഞങ്ങളുടെ തന്നെ നാഥനായ, സംഘത്തിൻ്റെ നാഥനായ ഗംഗൻ അഴീക്കോട്, വിശേഷണങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് സുപരിചിതനായ ഗംഗൻ അഴീക്കോട്, അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ല. എങ്കിലും മര്യാദയുടെ അതിർത്തി ലംഘിക്കരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം അരുളുകയാണ്. മുഖ്യാതിഥിയായ VKC മുഹമ്മദ് കോയ ഇവിടെ എത്തിയിട്ടില്ല. അത് ഒരു കാരണമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ
നിങ്ങൾക്കറിവുള്ളതുപോലെയാണ് എനിക്കും ഉള്ളത്. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കഴിയുന്ന ആളുകളെ, പ്രത്യേകിച്ച് ഇടതു വലത് നേതാക്കളെ ഈ പരിപാടിയിൽ ക്ഷണിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിന് MA ബേബിയെയും അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറി ആയിരിക്കുന്ന മെഹബൂബിനെയും വിളിച്ചിരുന്നു. അവർക്ക് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഉള്ളതുകൊണ്ട് വരില്ല എന്നും, അതുപോലെ ഏറ്റവും ഒടുവിലായിട്ട് VKCയും പറഞ്ഞു വരാൻ പറ്റില്ല, ഇന്നേ കാരണങ്ങൾ കൊണ്ട് ആണ് വരാത്തത് എന്ന് അക്കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. രണ്ട് തരത്തിലാണല്ലോ അനുസ്മരണമുള്ളത്. ഒന്ന് അനുസ്മരണ ഭാഷണവും മറ്റൊന്ന് സ്മാരക ഭാഷണവും. അനുസ്മരണ ഭാഷണം നിർവഹിക്കുന്നത് ഞങ്ങളുടെ തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ TK ശക്തിധരനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ഉള്ളത് ഡോക്ടർ V നെഹ്റു. അദ്ദേഹം മധുരയിൽ നിന്നാണ് വന്നത്. അദ്ദേഹം ഫിറ എന്ന് പറയുന്ന സംഘടനയുടെ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റേഷനിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന 90 സംഘടനകളുടെ കൺസോൾട്ടേഷനാണ്. അതിൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റും തമിഴ്നാട് ലിറ്ററേച്ചർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമായ ഡോക്ടർ V നെഹ്റു, അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. സർ, I welcome you to participate in this session to present a delivery concerning Kalanathan's perspective of scientific timber. So, I welcome sir once more. Kalanathan Foundation and Research Centerന്റെ പ്രഖ്യാപനം അദ്ദേഹം മുല്ലവീട്ടിൽ മൊയ്തീൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ബാവക്ക നിർവഹിക്കും. ഇനിയുമുള്ളത് ഞങ്ങൾക്കെന്നും ഊർജം പകരുന്ന കുറച്ച് വ്യക്തിത്വങ്ങളാണ്. അത് TV ബാലൻ, സഖാവ് TV ബാലൻ, ദേശീയ വൈസ് പ്രസിഡന്റ് IPTAയുടെ കലാസാംസ്കാരിക വിങ്ങായിരിക്കുന്ന IPTAയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന TV ബാലൻ സഖാവിനെ ഞാൻ കേരള യുക്തിവായ സംഘത്തിൻ്റെ പേരിൽ ക്ഷണിക്കുകയാണ്. അടുത്തതായി ഡോക്ടർ ഹേമന്ത് കുമാറാണ്. നമ്മുടെ ആചാര്യതുല്യനായ കലാനാഥൻ്റെ ബന്ധുവും പിന്നെ നേരത്തെ കുറേ കാലം മുമ്പേ ചോദ്യോത്തര പങ്ക്തി കൈകാര്യം ചെയ്തിരുന്ന മാസ്റ്ററുടെ ചോദ്യങ്ങളെ തരംതിരിക്കുകയും അതാത് സമയത്ത് സാറിനെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഹേമന്ത് കുമാർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് പൂക്കാസയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ധനുവച്ചപുരം സുകുമാരനാണ്. അദ്ദേഹം AT കോവർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹവും ഞാനും തമ്മിലുള്ള ബന്ധം, കലാനാഥ് സാറുമായിട്ടുള്ള ബന്ധം, ഇവയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്, ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഞങ്ങൾക്ക് വിശിഷ്ട സാന്നിധ്യമായി വന്നിരിക്കുന്ന ശോഭന കലാനാഥൻ സാറുള്ളപ്പോഴും സാറിൻ്റെ മരണശേഷവും പലപ്പോഴായി എന്തെങ്കിലും സാറുമായി ബന്ധപ്പെട്ട എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും ശോഭേച്ചിയുടെ ഉപദേശങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇത്തവണ ഇതുമായി പോയപ്പോൾ യാതൊന്നും മറുത്തു പറയാതെ ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് വാക്ക് തരികയും, അതേപോലെ തന്നെ ഷമീർ മാസ്റ്ററുടെ മകൻ എപ്പോൾ വിളിച്ചാലും എന്താവശ്യമുണ്ടെങ്കിലും രണ്ടാമത് ഒന്ന് പറയാതെ വിളിക്കാതെ അദ്ദേഹം ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും പ്രത്യേകമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഈ സദസ്സിനെ
അലങ്കരിക്കുന്നത് പ്രത്യേക സാന്നിധ്യമായി വന്നെത്തിയിരിക്കുന്നത് കെ ഉണ്ണികൃഷ്ണൻ സംസ്ഥാന ട്രഷറർ ആണ്. പിന്നീട് ശൂരനാട് ഗോപൻ, AK അശോക് കുമാർ, സന്തോഷ് മാനവം ഇവർ 4 പേരും ഏറ്റവും ചെറുപ്പക്കാരുടെ ഊർജ്ജസ്വലതയോടുകൂടി ഈ പ്രവർത്തനത്തെ, ഇന്നത്തെ പരിപാടിയെ വിജയമാക്കി തീർക്കുവാനുള്ള ഊർജം പകർന്നുകൊണ്ട് ഞങ്ങൾക്ക് സഹായികളായി വർത്തിക്കുന്നു. അവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി TP മണി, നമ്മുടെ കോഴിക്കോടിൻ്റെ യുക്തിവാദ ജില്ലയുടെ യുക്തിവാദി സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന മറ്റ് എല്ലാ വ്യക്തികളെയും, സദസ്സിലുള്ള മഹാവ്യക്തികളെയും മഹാരഥന്മാരെയും ഒക്കെ തന്നെ ഒരിക്കൽ കൂടി സ്വാഗതം അരുളിക്കൊണ്ട് ഞാൻ എൻ്റെ ചെറുഭാഷണം നിർത്തുകയാണ്. ഒരു കാര്യം ഞാൻ മറന്നു. നീലേശ്വരത്തെ രവീന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹം മാസ്റ്ററുടെ മരണശേഷം അനുസ്മരണത്തിൻ്റെ ഒരു ലക്ഷണത്തോടുകൂടി ഒരു കവിത എഴുതുകയും അത് ലിഖിത രൂപത്തിലാക്കി പിന്നെ വലിയ ഫോട്ടോയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതാലാപനം നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ ആ കവിത ഒരു ഫോട്ടോ ആക്കി മാറ്റിയിട്ട് ഉണ്ട്. അത് മാസ്റ്ററുടെ പ്രിയതമയ്ക്ക് സമർപ്പിക്കുന്നതും ആയിരിക്കും. ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റ് നിർവഹിക്കുന്നതാണ്. അപ്പം രവീന്ദ്ര മാഷ് എത്രയും വേഗത്തിൽ വരണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ആചരണ പരിപാടിയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. അനുസ്മരണ കവിത ആലപിക്കാൻ ശ്രീ രവീന്ദ്രൻ നീലേശ്വരത്തെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, കലാനന്ദ മാസ്റ്റർ നമ്മളെ വിട്ടുപോയ 2024 മാർച്ച് 6-ാം തീയതി രാത്രി അസ്വസ്ഥമായ മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ കുറച്ച് വരികളാണ്. യുക്തിപ്രഭാവൻ. ജീവിതം സ്നേഹസമ്മാനമായി നൽകി പോയ ഒരാൾ, ജീവിതം സ്നേഹസമ്മാനമായി നൽകി പോയൊരാൾ, ശൂന്യമായി വേദി, സദസ്സോ മൂകമായി. ഓർമ്മകളിൽ ജ്വലിക്കുന്നു യുക്തിചിന്തകൻ തീപ്പൊരി വിതറിയ ശുക്രനക്ഷത്രമായി പാരിൽ തിളങ്ങിയ കാലം മറക്കാത്ത കർമ്മധീരൻ. ഓർമ്മകളിൽ ജ്വലിക്കുന്നു യുക്തിചിന്തകൻ തീപ്പൊരി വിതറിയ ശുക്രനക്ഷത്രമായി പാരിൽ തിളങ്ങിയ കാലം മറക്കാത്ത കർമ്മധീരൻ. അറിവിൻ്റെ ദൂതനായി മാനവസേവയ്ക്കായി ഗ്രാമാന്തരങ്ങളിൽ ഓടി നടന്നപ്പോൾ രാപ്പകൽ അറിയാതെ കാലം കടന്നുപോയി. അറിവിൻ്റെ ദൂതനായി മാനവസേവയ്ക്കായി ഗ്രാമാന്തരങ്ങളിൽ ഓടി നടന്നപ്പോൾ രാപ്പകൽ അറിയാതെ കാലം കടന്നുപോയി. ശാസ്ത്രം ജീവിത രീതിയായി മാറ്റിയ യുക്തിവിചാര മാതൃക തീർത്തൊര നിസ്വാർത്ഥ നാഥൻ അമരനായി. ശാസ്ത്രം ജീവിത രീതിയായി മാറ്റിയ യുക്തിവിചാര മാതൃക തീർത്തൊര നിസ്വാർത്ഥ നാഥൻ അമരനായി. ഗ്രാമകവലയിൽ നാഥനെ കേൾക്കുവാൻ ചേർന്ന് 1000 പാതിരാവോളം. ഗ്രാമകവലയിൽ നാഥനെ കേൾക്കുവാൻ ചേർന്നിരുന്ന 1000 പാതിരാവോളം. സായാഹ്ന സംവാദ ഭാഷണം തീർത്തൊര ചിന്തകൻ തീപ്പൊരി വിതറിയ രാവുകൾ. സായാഹ്ന സംവാദ ഭാഷണം തീർത്തൊര ചിന്തകൻ തീപ്പൊരി വിതറിയ രാവുകൾ. സത്യം പറയുവാൻ
ധർമ്മം പുലരുവാൻ നാടിൻ വെളിച്ചമായി ജ്വലിച്ച ജീവൻ. എന്തൊരു ധീരത, അധ്വാന മാതൃക, മാനവ ജീവിത യാത്രതൻ ധന്യത. എന്തൊരു ധീരത, അധ്വാന മാതൃക, മാനവ ജീവിത യാത്രതൻ ധന്യത. ഓരോ മനസ്സിലും ചിരിതൂകിച്ചേക്കേറി ശത്രുവും മിത്രമായി മാറിയ കാലത്ത് സൗഹൃദവാടിയിൽ നിറഞ്ഞു മലരുകൾ. ഓരോ മനസ്സിലും ചിരിതൂകിച്ചേക്കേറി ശത്രുവും മിത്രമായി മാറിയ കാലത്ത് സൗഹൃദവാടിയിൽ നിറഞ്ഞു മലരുകൾ. മതജന്യധൂമത്തിൻ കാർമേഘം മൂടുമീ മാനത്തുദിക്കുമേ ചാർവാക താരകം. മതജന്യധൂമത്തിൻ കാർമേഘം മൂടുമീ മാനത്തുദിക്കുമേ ചാർവാക താരകം. യുക്തിപ്രഭാവത്തിൻ ശക്തി സൗന്ദര്യമായി ഹൃദയാങ്കണത്തിൽ വിളങ്ങട്ടെ നിത്യവും. യുക്തിപ്രഭാവത്തിൻ ശക്തി സൗന്ദര്യമായി ഹൃദയാങ്കണത്തിൽ വിളങ്ങട്ടെ നിത്യവും. നന്ദി, നമസ്കാരം. കവിത കലാനാഥ് മാഷുടെ എല്ലാമായിരുന്ന ശോഭേച്ചിക്ക് നിങ്ങളുടെ അനുവാദത്തോടുകൂടി കൈമാറാൻ വേണ്ടി ബിനോയ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് കലാനാഥ് മാസ്റ്ററുടെ കവിത നൽകിയാണ് ജനറൽ സെക്രട്ടറിയെ ഏറ്റുവാങ്ങാൻ ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള സഖാക്കളെ, യുക്തിവാദി സുഹൃത്തുക്കളെ, ഇരുട്ട് കീറുന്ന വജ്രസൂചിയായി വെളിച്ചം പ്രസരിപ്പിച്ച ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകൻ്റെ ഒന്നാം ചരമവാർഷികത്തിൽ നാം ഒത്തുകൂടി. രാവിലെ മുതൽ ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞു. നമ്മുടെ ഉദ്ഘാടകൻ സഖാവ് ബിനോയ് വിശ്വമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ അമരക്കാരനാണ്. അദ്ദേഹത്തിന് ഇനിയും 2-3 പരിപാടിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനെൻ്റെ പ്രസംഗം നീട്ടില്ല എന്ന് ഉറപ്പ് നൽകുന്നു. കേരളത്തിൻ്റെ നൈതികവും ധാർമ്മികവുമായിട്ടുള്ള ഉത്തേജനത്തിന് തൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാപ്രതിഭയുടെയും അതോടൊപ്പം ധീരനായ പ്രവർത്തകൻ്റെയും ഓർമ്മകൾ കൈവള ചാർത്തുന്ന ദിവസമാണ് ഇന്ന്. യുക്തിചിന്ത അറിവിൻ്റെ പ്രയോഗമാണ്, പ്രവർത്തനമാണ് എന്ന് കേരളത്തിലെ യുക്തിവാദികളെ കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ളയ്ക്ക് ശേഷം പഠിപ്പിച്ച മഹാനായ അധ്യാപകനാണ് സഖാവ് യു കലാനാഥൻ. യുക്തി പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. യുക്തിചിന്ത വികസിക്കണമെങ്കിൽ അത് പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം. പ്രവർത്തനത്തിൽ കൂടെ മാത്രമേ അറിവിനും അതുപോലെ തന്നെ അതിന് വികാസവും ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിന് വേണ്ടിയുള്ള സമരമാണ് അറിവിൻ്റെയും ബോധവികാസത്തിൻ്റെയും അടിസ്ഥാനമെന്ന് കേരളത്തിലെ യുക്തിവാദികളെ പഠിപ്പിച്ച കർമ്മധീരനും കമ്മ്യൂണിസ്റ്റുകാരനുമാണ് സഖാവ് യു കലാനാഥൻ.
സാംസ്കാരിക മേഖലയിലെ മേൽപ്പുരിയിൽ 5-ാം ഭാഗത്ത് നിൽക്കുന്ന മതത്തെ ജനാധിപത്യ പ്രക്രിയയിൽ മനുഷ്യൻ വോട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിട്ട് പല സോഷ്യലിസ്റ്റുകാരും പല കമ്മ്യൂണിസ്റ്റുകാരും പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾക്കുമെതിരെയുള്ള സമരം പലപ്പോഴും മൂർച്ചയോടുകൂടി നടത്താറില്ല. നമ്മുടെ ഇന്ന് ഇവിടെ ഉദ്ഘാടകനായി പങ്കെടുക്കുന്ന സഖാവ് ബിനോയ് വിശ്വം, അദ്ദേഹം ജീവിതത്തിൽ നമ്മളെക്കാളൊക്കെ യുക്തിവാദപരമായ ജീവിതം നയിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ വളർച്ചയും അതിൻ്റെ വികാസവും നോക്കിക്കാണുകയും പല ഘട്ടങ്ങളിലും നമ്മുടെ സഹയാത്രികനായി അദ്ദേഹം എന്നും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. മഹാകവി ടാഗോറിൻ്റെ പ്രശസ്തമായ ഒരു കവിതയും ആ കവിത മലയാളത്തിൽ വിവർത്തനം ചെയ്തത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. അസ്തമയ സൂര്യൻ ചോദിക്കുകയാണ്, എനിക്ക് ശേഷം ആരാണ് വെളിച്ചം നൽകുക? ആരും ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ഒരു മൺചിരാത് പറയുകയാണ്, ഞാൻ നൽകും. കലാനാഥന്മാരുടെ ചിന്ത വികസ്വരമായിരിക്കുന്നു. കലാനാഥന്മാരുടെ പോരാട്ടം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. അദ്ദേഹം ഒരു നിർഭയ വെയിലായിരുന്നു. കൂട്ടരിൽ കരുത്തും വെളിച്ചവും നൽകുന്ന ഒരു പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ രാവിലെ മുതൽ പല പ്രഭാഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ ഇനി അനുസ്മരണ പ്രഭാഷണം നടക്കാനുമുണ്ട്. എനിക്ക് അവസാനമായി പറയാനുള്ള കാര്യം നമ്മൾ യുക്തിവാദികൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സാംസ്കാരിക പോരാട്ടവും ചരിത്രബോധവും ഊട്ടിയുറപ്പിക്കലാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി. സ്നേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും നമ്മൾ കൂട്ടുപിടിക്കണം. ആ കൂട്ടുപിടിച്ചിട്ട് ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരായുള്ള സമരം, അതിൻ്റെ കുന്തമനം മൂർക്കാൻ കലാനാഥൻ മാസ്റ്ററുടെ ചിന്ത പര്യാപ്തമാണ്. അത് നമുക്ക് അഗ്നിയായി ജ്വാലയായി പടർത്താമെന്ന് നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഇനി ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ യു കലാനാഥൻ ഫൗണ്ടേഷൻ റിസർച്ച് സെൻറ്റർ പ്രഖ്യാപനം, മുല്ലവീട്ടിൽ മൊയ്തീൻ ചെയർമാൻ, കലാനാഥൻ ഫൗണ്ടേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികൾ, കലാനാഥൻ മാഷ് മറഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാണ്. അദ്ദേഹത്തിൻ്റെ വിടവ് എത്ര ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലവാരത്തിലായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അദ്ദേഹം എന്നോട് അങ്ങനെയായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ ആ പ്രശ്നം അപ്പോൾ സോൾവ് ആവും. വലിയൊരു ആശ്വാസമായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്കൊക്കെ പല ടെൻഷനുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ മാഷ് ഒന്നൊക്കെ പോകുമ്പോൾ കാണും, അല്ലെങ്കിൽ വരുമ്പോൾ കാണും. മാഷ് മിക്കവാറും വന്നിരുന്നത് നമ്മളെ ബേപ്പൂരുള്ള പപ്പേട്ടൻ്റെ കൂടെ ആയിരുന്നു വരല്. ഞാനും മാഷെ കാണാൻ പോകുമ്പോൾ പപ്പേട്ടനും ഉണ്ടാവും കൂടെ. അപ്പോൾ ഇത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മാഷക്കൊരു നല്ല ഒന്നാന്തരം ഒരു സ്മാരകം നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ടാവണം. അത് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരെ ഉണ്ടായ സ്മാരകത്തെക്കാളും ഗംഭീരമായിരിക്കണം. അപ്പോൾ അത് ഞാനും നമ്മളെ കൃഷ്ണൻ മാഷും മാത്രം വിചാരിച്ചാൽ പോരാ, നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി തന്നെ അതിനെ കാണണം.
അതിന് വേണ്ട പിന്നെ അഡ്വൈസ് തരണം എന്നും അത് പരിശോധിക്കണം. നമുക്കത് ഗംഭീരമായിട്ടുള്ളൊരു സ്മാരകമായി മാറ്റണം. അതിനെ പല ആൾക്കാരെയും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതിനോട് വളരെ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ MA ബേബി, ഡോക്ടർ തോമസ് ഐസക്, ബിനോയ് വിശ്വം, K വീരമണി, PKC മുഹമ്മദ് കോയ, M സ്വരാജ് തൊട്ട്, ധനേശ്വർ സാഹു, ഡോക്ടർ രാമേന്ദ്ര, സാംബശിവ റാവു, ഡോക്ടർ സമരം, അഡ്വക്കേറ്റ് പാഞ്ചാളി, ഡോക്ടർ ശശിധരൻ, ഇങ്ങനെ 50ഓളം പേരെ നേരിട്ട് ഫോണിൽ സംസാരിച്ചു. അവരൊക്കെ ഇതിന് പരിപൂർണ സപ്പോർട്ടും 100% ഇതിനെ സഹായിക്കാമെന്നും വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലവാരത്തിൽ നിങ്ങൾ കൂടെ സഹകരണം ഉണ്ടായാൽ നമുക്ക് ഗംഭീരമായ ഒരു സ്മാരകം കലാനാഥൻ്റെ പേരിൽ കോഴിക്കോട് ജില്ലയിൽ നമുക്ക് തുടങ്ങാൻ കഴിയും. അപ്പോൾ അതിനെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചും കൊണ്ട് ഞാൻ നിർത്തുകയാണ്. 24-ാം തീയതി, കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് ഞങ്ങൾ മാഷ വീട്ടിൽ കൂടി ഒരു സ്വാസംഘം അതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മിറ്റിയിൽ ഞാൻ ചെയർമാനായിട്ടും കൃഷ്ണൻ മാഷ് സെക്രട്ടറി ആയിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് പോരാ, നിങ്ങളെല്ലാവരും അതിൽ വരണം. വന്നിട്ട് ഇതിൻ്റെ എല്ലാ ഇതിലും നിങ്ങളുടെ ഓരോ ആളുടെയും പ്രത്യക്ഷമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. എന്നിട്ട് നമുക്ക് ഗംഭീരമായി ഞങ്ങൾ മാത്രം വിചാരിച്ചുകൊണ്ട് അതാവില്ല. നിങ്ങൾ കൂടി നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ മതി. വേറെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ വിളിച്ച് ചോദിക്കുക, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിന് സപ്പോർട്ടായിട്ട് സംസാരിക്കുക. ഇത്ര മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതായാലും അതൊരു ഗംഭീര സ്മാരകമാക്കി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ചെയർമാൻ മുല്ലവീട്ടിൽ മൊയ്തീൻ, നമ്മുടെ ബാവക്ക, കൂടുതൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമുള്ളതുകൊണ്ട് നമ്മൾ കലാനാഥൻ ഫൗണ്ടേഷൻ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ രൂപം കൊടുത്തതിൻ്റെ ഒരു നഖചിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്തായാലും അദ്ദേഹം വാഗ്ദാനം തന്നിട്ടുണ്ട്. പ്രമുഖരായ 50-ലേറെ വ്യക്തികളെ കാണുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സഹായം നമുക്ക് ഉണ്ടാവും. കോഴിക്കോട് കേന്ദ്രമാക്കിയ ഒരു സ്മാരകം തുടങ്ങുക, അതിന് പാകമായ സ്ഥലം സർക്കാരിൽ നിന്നോ അല്ലാതെയോ കണ്ടെത്തുവാനുള്ള എല്ലാ നടപടികളും തുടർന്നു കഴിഞ്ഞു. റിസർച്ച് സെൻറ്റർ തുടങ്ങുവാനുള്ള മറ്റു സംവിധാനങ്ങൾ സ്വരൂപിച്ചു വരികയാണ്. ഗവേഷണ കേന്ദ്രത്തിന് വൈകാതെ രജിസ്ട്രേഷൻ എടുക്കും. അതിൻ്റെ ധനസമാഹരണത്തിന് വേണ്ടി ട്രസ്റ്റ് രൂപീകരിക്കുന്നു. അതിൻ്റെ ഡ്രാഫ്റ്റ് രൂപം വന്നിരിക്കുകയാണ്. ശാസ്ത്രീയ മാനവിക പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുവാനും ലൈബ്രറി നിർമ്മിക്കുവാനും ഉള്ള സങ്കേതങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. മാസ്റ്ററുടെ ലേഖനങ്ങൾ, പ്രബന്ധങ്ങൾ ഇവ സമാഹരിച്ച് അനേകം പുസ്തകങ്ങൾ ഇറക്കുന്നതാണ്. ദേശീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കാതലായ വിഷയങ്ങൾ ആധാരമാക്കി സെമിനാറുകൾ, സാഹിത്യ ശാസ്ത്ര മത്സരങ്ങൾ എന്നിവ കോളേജ് തലത്തിലും ഹൈസ്കൂൾ തലത്തിലുമുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നതാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ സാറിന് ഒരു ചെയർ സ്ഥാപിക്കുവാനുള്ള ആലോചന നടന്നു വരികയാണ്. മാഷിൻ്റെ സംവാദങ്ങൾ, പ്രസംഗങ്ങൾ ഇവ ഏറ്റവും പുതിയ AI രൂപങ്ങളിലൂടെ പ്രചരിപ്പിക്കുവാനുള്ള നടപടിയും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ശിക്ഷസമ്പത്തിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പണം സമാഹരിച്ച് ഈ സ്മാരകത്തിൻ്റെ പ്രവൃത്തി ഒട്ടും വൈകാതെ നടത്തുമെന്ന് തന്നെയാണ് നമ്മുടെ ചെയർമാൻ നിങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന് തുടർച്ചയായി സംസാരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് എന്നെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഇതിൽ രംഗത്തേക്ക് ഇറങ്ങാം. ഇനി ഓർമ്മകൾ പങ്കുവെക്കുന്നത് ഡോക്ടർ ഹേമന്ത് കുമാർ, പുരോഗമന കലാസാഹിത്യ സംഘം. അനുസ്മരണ സമ്മേളനത്തിലെ അധ്യക്ഷൻ ശ്രീ ഗംഗൻ അഴീക്കോട്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, കലാനാഥൻ മാഷൻ്റെ പിതൃ സഹോദരനാണ്. ഇവിടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രതിനിധിയാണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ്. പക്ഷേ പിതൃ സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കുറേ ഓർമ്മകൾ പങ്കുവെക്കാൻ മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ യുക്തിവാദി പ്രസ്ഥാനത്തിലും CPIഎമ്മിലും പുരോഗമന കലാസാഹിത്യ സംഘത്തിലും അതുപോലെ തന്നെ അധ്യാപക പ്രസ്ഥാനത്തിലും ഒക്കെ തന്നെ അദ്ദേഹം സജീവമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ, ഒരുപക്ഷെ ഞങ്ങൾ തമ്മിലുള്ള 10-20 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്.
ഒരു 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ തന്നെ ഒരു 4-5 വർഷത്തോളം തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഏറെക്കുറെ സഞ്ചരിക്കാൻ, അക്ഷരാർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി കൊണ്ട് യോജിച്ചു പോകുവാൻ ഞാൻ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ വീട്ടിലാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള കത്തുകളും അതുപോലെ തന്നെ മാസികകൾ, യുക്തി, കോട്ടയത്തെ തിരുവാർപ്പിൽ PK മാധവൻ്റെ പത്രാധിപത്യത്തിലുള്ള യുക്തി എന്ന കളർ ആണ് ചട്ട അടിച്ചു വരുന്നത്. യുക്തിവാദി, അതുപോലെ തന്നെ തേരാളി, എടമറുകൻ്റെ അവരുടെയൊക്കെ കത്തുകൾ, എംപ്രഭയുടെയും എടമറുകിൻ്റെയൊക്കെ തന്നെ കത്തുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എംപ്രഭ ലോ കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന ആൾ, അദ്ദേഹം എപ്പോഴും ഒരു കാർഡിൽ എഴുതുക, അത് തുടങ്ങുക എന്ന് വെച്ചാൽ സഹോദര എന്നാണ്. സഹോദര എന്നുള്ള ഡിയർ ബ്രദർ എന്നുള്ളൊരു മലയാളമായിട്ട് നമ്മൾ കാണുള്ളൂ. പക്ഷേ പ്രഭ സാർ എഴുതുമ്പോൾ ആ സഹോദര എന്ന് വിളിക്കുമ്പോൾ അതിന് വേറൊരു ഒരു പ്രസക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇന്ന് സഹോദരൻ അയ്യപ്പൻ്റെയൊക്കെ തന്നെ ഒരു ചരമവാർഷിക ദിനം കൂടിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ്, വീട്ടിൽ നിന്ന് ഞാനൊന്നും ഒരു പുറത്തൊരു ലൈബ്രറിയിൽ ചെറുപ്പകാലത്ത് പോകേണ്ടി വന്നിട്ടില്ല എന്നെല്ലാം പറയുന്നത്, പോകാനെപ്പറ്റി ആലോചിക്കേണ്ടി വന്നിട്ടില്ല. മാർസ് മുതൽ ലെനിനും അതുപോലെ തന്നെ കുറ്റിപ്പുഴയും ബർട്ടൺ റസലും നെഹ്റുവും ഭഗവത്ഗീതയും അതുപോലെ തന്നെ ബൈബിളും ഖുറാനും ഒക്കെ അത് കാണുന്ന അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ നിന്നാണ്. നേരത്തെ സഹ ബിനോയ് വിശ്വയോട് സൂചിപ്പിച്ചു, എല്ലാ യോഗത്തിന് പോയി കഴിഞ്ഞാലും വേദിയിലാണെങ്കിലും അതുപോലെ സദസ്സിലാണെങ്കിലും കുറിപ്പുകൾ എടുക്കുമെന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നത്തെ സാധാരണ പൊതുയോഗങ്ങളിൽ പോലും, CPIM-ൻ്റെ പൊതുയോഗങ്ങളിൽ പോലും പങ്കെടുക്കുമ്പോൾ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കും. ആ കുറിപ്പുകൾ പലതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഭക്ഷ്യക്ഷാമം, അതിൻ്റെ കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, തൊഴിലില്ലായ്മ, അതൊക്കെ ആയിട്ടാണ് ചെറിയ പരിപാടികൾക്ക് പോലും പോകുന്നത്. പിന്നീടാണ് കോളേജിലൊക്കെ പോയി നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും, ഒരുപക്ഷെ നമ്മളെ ചിന്ത ചെയ്യും, ഞാനൊരു മാർക്സിസ്റ്റാണ്, അതോടൊപ്പം തന്നെ ഭൗതികവാദിയാണ്, യുക്തിവാദി സംഘത്തിലെ നിരീശ്വരനാണ്. യുക്തിവാദി സംഘത്തിൽ സാങ്കേതികമായിട്ട് ഒരു കാലത്തും അംഗം എടുക്കുകയോ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പോൾ ജാതിവിരുദ്ധ സമരമായിരുന്നാലും ശരി, ഗുരുവായൂരിലെ ശ്രീകോവിൽ സ്വർണം പൂശുന്നതിൻ്റെ എതിരായിട്ടുള്ള സമരത്തിലൊക്കെ തന്നെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യും. ചിലപ്പോഴൊക്കെ പിന്നീടൊക്കെ തന്നെ സൂക്ഷ്മതലങ്ങളിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. മാർക്സിസത്തെ തന്നെ പഠിപ്പിക്കുമ്പോൾ ചെറിയ ഇതിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രമോ അതിൻ്റെ ചരിത്രപരമായ വീക്ഷണത്തിലൊക്കെ ഉപരിയായിട്ട് അതിന് ദാർശനികമായ അടിത്തറയും പലപ്പോഴും മതവുമായിട്ടുള്ള അതിൻ്റെ മതവിമർശനത്തെയൊക്കെ തന്നെയാണ് പലപ്പോഴും ഊന്നിയിരുന്നത്. അദ്ദേഹം എപ്പോഴും യുക്തിചിന്തയാണ് ഉയർത്തിപ്പിടിച്ചത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള. അതാണല്ലോ പിന്നീട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പല സംഘർഷങ്ങൾക്കും, ആശയപരമായിട്ടുള്ള സംഘർഷങ്ങൾക്കും ആ സന്ദർഭത്തിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളോടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടും പൂർണ്ണമായിട്ടും പ്രതിബദ്ധതയും പുലർത്തിയിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നു, പിന്നീട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നാനും പാടില്ല. കാരണം ഒരുപാട് സമയമാണ് എന്ത് ചെയ്യുന്നത്. ഒരുപക്ഷെ എനിക്കറിയാം, അന്നൊക്കെ തന്നെ എത്രയോ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, കവിതകൾ കോളേജിലൊക്കെ എഴുതുമ്പോൾ നല്ല കവിതകൾ എഴുതിയിരുന്നത്. പിന്നീടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം അത് ആ പുസ്തകങ്ങൾ അതൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. ആ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാതുണ്ട്. അവസാനം തന്നെ എനിക്ക് തോന്നുന്നു 1-2 പുസ്തകങ്ങൾ അവസാന കാലത്താണ് എന്ത് ചെയ്യുന്നത്, പ്രസിദ്ധീകരിക്കുക. അതിലൊന്നും താല്പര്യം എടുത്തിരുന്നില്ല, പക്ഷേ എഴുതാറുണ്ട്. വിമർശ പഠനങ്ങളൊക്കെ തന്നെ, അതൊക്കെ തന്നെ ആ ഫയലിലേക്കൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ആക്സസ് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ വായിക്കും. അന്ന് ചെറുപ്പത്തിലൊക്കെ തന്നെ അച്ചടിച്ചു വരാൻ, കാരണം അന്നത്തെ പ്രായം അതാണല്ലോ, നമ്മളങ്ങനെ വിചാരിക്കും അതൊക്കെ അച്ചടിച്ചു വന്നെങ്കിൽ, കാരണം നമ്മളൊരു ബന്ധുവിൻ്റെ ആ രീതിയിലാണ് ഇതിനെ കണ്ടിരുന്നത്. പക്ഷേ ഈ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പ്രവർത്തനമൊക്കെ ചെറിയ തൊട്ടടുത്തുന്ന ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവരുമായിട്ട് സംസാരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും തോന്നുന്നത് വെച്ചാൽ ഇതിൻ്റെ സന്ദർഭത്തിലൊക്കെ തന്നെ എന്താ പറയുക, മറ്റു പല പ്രവർത്തനങ്ങളും ഭൗതികമായ ദൈക്ഷണികമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൂടെ എന്നൊക്കെ അന്നൊക്കെ ചിന്തിച്ചിട്ട് പിന്നീട് മനസ്സിലാക്കി. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മാതൃക എന്ന് പറയുന്നത് ഞാൻ എഴുതിയോ അല്ലെങ്കിൽ പ്രസംഗിച്ചോ അല്ലെങ്കിൽ ഇടപെട്ടോ എന്നതിൽ ഉപരിയായിട്ട് ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ചില മൂല്യങ്ങൾ, പ്രത്യേകിച്ചും പണം, അധികാരം, അതുപോലെ തന്നെ ആർഭാട ജീവിതം, ഇതിനോടൊന്നും യാതൊരുവിധ താല്പര്യവും അദ്ദേഹം പുലർത്തിയിരുന്നില്ല. എല്ലാവർക്കും അറിയാം. മറ്റു പല കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അദ്ദേഹത്തിന് മതവിമർശനത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസം. ഇക്കാര്യത്തിൽ എനിക്ക് ആരെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം പറയുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ, ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്ന് അതൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് അതായിരിക്കും വലിയ പ്രസക്തി എന്ന് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഏതായാലും ബോറടിപ്പിക്കുന്നില്ല. കാരണം ഒരുപാട് ഓർമ്മകളുണ്ട്. പ്രത്യേകിച്ച് പിന്നീടുള്ളതല്ല, ആദ്യകാലത്തുള്ള, പ്രത്യേകിച്ച് അന്ന് യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ യോഗത്തിന് പോയ പത്രത്തിലൊന്നും ഉണ്ടാവില്ല, സമ്മേളനം നടന്നാലും പത്രത്തിലൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴേ എനിക്ക് തോന്നുന്നത് എന്തിന് മെയിൻ സ്ട്രീം മീഡിയ പോലും വലിയ രീതിയിലുള്ള പ്രാധാന്യം പലപ്പോഴും കൊടുക്കുന്നുണ്ട്. അന്നൊന്നും അതല്ല. അന്ന് എന്ത് ചെയ്യുക, ജില്ലാ സമ്മേളനം നടന്നാൽ പോലും എന്തില്ല, ഉണ്ടാവില്ല.
അങ്ങനത്തെ ഒരു കാലത്താണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് സമയം മണിക്കൂറുകളും ബസ്സിലും അതിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു പോകുന്നത്. ഇത് ഇവിടെ കല്ലാച്ചി, അതുപോലെ തന്നെ കണ്ണാടിക്കൽ ഞാൻ ഒരു 1-2 പരിപാടികൾക്ക് പോയപ്പോഴാണ് എനിക്ക് ഓർമ്മ, ആ കാലത്ത് കണ്ണാടിക്കൽ ഒരു ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് നടക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ ചില ഓർമ്മകൾ. ഞാൻ ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ശാസ്ത്രബോധത്തിന് വേണ്ടിയാണ് കലാനന്ദൻ മാസ്റ്റർ ഏറിയ കൂറും സമയം ചെലവഴിച്ചത്. ശാസ്ത്രബോധം എന്ന് പറയുമ്പോൾ 2000 ആണ്ട് കോവിഡിൻ്റെ സീസണാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, കോവിഡ് വരുമ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് സ്പൂൺ എടുത്ത് പൊക്കിപ്പിടിച്ച് അതിൽ കൊട്ടുക. ഒന്ന്. രണ്ടാമത് 7 മണി മുതൽ 7:15 വരെ, കോവിഡ് വരുമ്പോൾ 7 മുതൽ 7:15 വരെ ലൈറ്റ് ഓഫ് ചെയ്യുക. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. ഒന്ന്, പ്ലേറ്റ് എടുത്ത് സ്പൂണ് കൊണ്ട് പ്ലേറ്റ് അടിക്കുക. 2, ലൈറ്റ് അണച്ച് കോവിഡിനെ കളിയാക്കി വിടുക. അതുമാത്രമല്ല, അദ്ദേഹം 103ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ പറഞ്ഞത്, അന്നത്തെ വിമാനം അത് മുന്നോട്ട് പോകാൻ കഴിയും, പുറകോട്ട് പോകാൻ കഴിയും, വലത്തോട്ട് പോകാൻ കഴിയും, ഇടത്തോട്ട് പോകാൻ കഴിയും. അങ്ങനെയുള്ള വിമാനമാണ് പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം വന്നു. കാരണം ഇത് നമ്മുടെ രാവണൻ കൊണ്ടുവന്ന ഫ്ലൈറ്റാണല്ലോ, അത് ശ്രീലങ്കൻ ഫ്ലൈറ്റല്ലേ. അതിൻ്റെ അവകാശം നമുക്ക് ഇന്ത്യക്കാർക്ക് എങ്ങനെ കിട്ടിയെന്നാണ് എനിക്ക് സംശയം. രാവണനാണ് ആ ഫ്ലൈറ്റ് പറത്തിക്കൊണ്ടുവന്നത്. കുതിരയുടെ മൂത്രം ഇന്ധനമായിട്ട് ഒഴിച്ചെന്നാണ് അവരുടെ രേഖകൾ കാണുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറിയിൽ കഴിവുള്ള ഡോക്ടർമാർ ഇന്ത്യയിലാണ് ഉണ്ടായിരുന്നത്. ഗണപതിയെ ഗ്രാഫ്റ്റ് ചെയ്തത് ഇന്ത്യയിലെ ഡോക്ടർമാരാണ്. അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. 1975 തന്നെ ജ്യോത്സ്യം ഒരു ശാസ്ത്രാഭാസമാണെന്ന് ബോംബെയിലെ നെഹ്റു സെൻറ്റർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോബൽ സമ്മാനം കിട്ടിയ 19 ശാസ്ത്രജ്ഞന്മാരടക്കം 186 ശാസ്ത്രജ്ഞന്മാരുടെ, ഇത് ഒരു തട്ടിപ്പ്, അന്ധവിശ്വാസപരമായ ഒരു തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് 186 ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായവും, അതിൽ പ്രധാന പോൾ കാർട്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ ബഫലോ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. അദ്ദേഹത്തെ പോലുള്ളവരാണ് അതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത് ഇത് തട്ടിപ്പാണെന്ന് പറയുന്നു. പക്ഷേ ഇന്നത്തെ ദിനപത്രത്തിലും ജ്യോത്സ്യത്തിനൊരു വലിയ ഏതാണ്ട് 1/2 പേജ് കൊടുക്കുകയാണ് മലയാള പത്രങ്ങളിലെല്ലാം. നമുക്കറിയാം, ഈ സമീപകാലത്ത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നടന്ന കഷായ ചികിത്സ, ജ്യോത്സ്യത്തിൻ്റെ തട്ടിപ്പാണ്. കഷായം കൊടുത്ത് കാമുകനെ കൊന്നത്. അതിൽ പ്രധാനമായിട്ട് ജ്യോത്സ്യൻ്റെ ഉപദേശമാണ്. കാരണം ആദ്യ ഭർത്താവിനെ കൊന്നാൽ മാത്രമേ, ആദ്യ ഭർത്താവ് ഇല്ലാതിരുന്നാൽ മാത്രമേ രണ്ടാം ഭർത്താവ് വാഴുള്ളൂ എന്നുള്ളത് ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള 2 വനിതകളും കോട്ടയത്തെ ഒരു അധ്യാപകനും ഒരു വനിതയും ആയുർവേദ ഡോക്ടർമാരാണ്. മറ്റൊരു പെൺകുട്ടി ഹൈസ്കൂൾ അധ്യാപികയാണ്. അത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലുള്ളതാണ്. അവരെല്ലാം കൂടെ ഉത്തരേന്ത്യയിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തു. പരലോകത്ത് മറ്റൊരു ഗോളത്തിൽ സുഖമായി ജീവിക്കാൻ വേണ്ടിയാണ്. ആന്ധ്രയിൽ MSc കഴിഞ്ഞ് PhD എടുത്ത് ഡോക്ടറേറ്റ് എടുത്ത ഒരു കോളേജിലെ പ്രിൻസിപ്പാള്, അദ്ദേഹത്തിൻ്റെ ഭാര്യ MSc മാത്സ് കഴിഞ്ഞിട്ട് പ്രൊഫസറാണ്. അവർ രണ്ടുപേരും കൂടെ 27ഉം 22ഉം വയസ്സുള്ള 2 മക്കളെ, കലിയുഗത്തിൽ പിറന്ന മക്കളെ രണ്ടുപേരും കൂടെ അടിച്ചു കൊന്നു. പോലീസ് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ് അല്പം വെയിറ്റ് ചെയ്യുക, നാളെ സത്യുഗം പിറക്കുമ്പോൾ എൻ്റെ 2 മക്കൾ വഴി എഴിച്ചു വരുമെന്നുള്ളതാണ്.
കൊല ചെയ്ത മക്കൾ എഴിച്ചു വരും. അവർ ഇപ്പോഴും ആന്ധ്രയിലെ ഏതൊരു ജയിലിൽ കിടക്കണം, അച്ഛനും അമ്മയും. അവർ ശാസ്ത്രബോധമുള്ളവരാണ്, ശാസ്ത്രം പഠിച്ചവരാണ്. അവർക്ക് ശാസ്ത്രബോധമുണ്ടെന്ന് പറയില്ല, ശാസ്ത്രം പഠിച്ചവരാണ്. അത് ഇന്ത്യയിലെ ശാസ്ത്രത്തിൻ്റെ സ്ഥിതിയാണ്. 1976 നമ്മുടെ ഭരണഘടനയിൽ ശാസ്ത്രാവബോധമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു 51A എന്ന് പറയുന്ന അനുച്ഛേദം കൂട്ടിച്ചേർത്തത്. അതങ്ങനെ വെറുതെ കൂട്ടിച്ചേർത്തതല്ല. ഹൈദരാബാദിലെ സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ലബോറട്ടറിയുടെ സ്ഥാപക ഡയറക്ടർ എന്ന് പറയുന്നത് PM ഭാർഗവെ എന്ന് പറയുന്ന യുക്തിവാദിയാണ്. അദ്ദേഹവും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ നൂറുൽ ഹസനെയും സ്വാധീനിച്ച്, ഇന്ദിരാഗാന്ധിയെയും സ്വാധീനിച്ചാണ് അദ്ദേഹം ഈ വകുപ്പ് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം നടത്തി കൂട്ടിച്ചേർത്തത്. അതിനുശേഷം ആരും ഈ വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല. കഴിഞ്ഞ 17 വർഷമായി 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠപുസ്തകത്തിലും പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ 4-ാം പേജിലോ 5-ാം പേജിലോ 51A പൗരൻ്റെ മൗലിക കർത്തവ്യങ്ങൾ അച്ചടിച്ചു വിടുകയാണ്. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ കാസർഗോഡിനും പാറശാലയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്കൂളിലും ഇന്നുവരെ ഒരു അധ്യാപകനും ആ പാഠം പഠിപ്പിക്കുകയോ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അധ്യാപകർക്ക് ഭൂരിഭാഗവും ഇങ്ങനൊരു ഭാഗം പുസ്തകത്തിലുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്ക് അറിഞ്ഞുകൂടാ, കുട്ടികൾക്ക് അറിഞ്ഞുകൂടാത്തൊരു പാഠകം. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കത്തയച്ചപ്പോൾ ആ കത്ത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി കൊടുക്കുകയും വിദ്യാഭ്യാസ മന്ത്രി SCRTC ഡയറക്ടർക്ക് കൊടുക്കുകയും SCRTC ഡയറക്ടർ എനിക്ക് വ്യക്തിപരമായി ഒരു മറുപടി തന്നു. ഈ ഭാഗം ചൂണ്ടിക്കാണിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. അടുത്ത പാഠപുസ്തക പരിഷ്കരണ വേളയിൽ ഇത് അതീവ ഗൗരവത്തോടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ചിന്തിച്ച കാര്യം കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കേരളത്തിലെ സ്ഥിതി. ശാസ്ത്രം പഠിച്ചുകൊണ്ട് ശാസ്ത്രാവബോധം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശാസ്ത്രാവബോധം ഉണ്ടാകാൻ ശാസ്ത്ര പഠനം ഒരു കാരണമാകാം, പക്ഷേ അങ്ങനെ ഉണ്ടായി കാണുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. ഞാനിപ്പോൾ ഇത് സൂചിപ്പിക്കാനുള്ള തീരുമാനം എന്ന് പറഞ്ഞത്, കലാനാഥൻ മാസ്റ്റർ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഗംഭീരമായി എടുത്തു പറയേണ്ടത് ഫിറ എന്ന് പറയുന്ന സംഘടന എങ്ങനെ കെട്ടിപ്പടുത്തു എന്നുള്ള കാര്യത്തിലാണ്. ഫിറ എന്ന് പറയുന്നത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് ഭൂരിപക്ഷം ആളുകളും ഇരിക്കുമ്പോൾ അവരിത് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന 1949 ഇതിൽ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. രാമനാഥൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു മന്ത്രിയും അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനും വരുന്നു. അദ്ദേഹമാണ് അതിൻ്റെ സ്ഥാപക പ്രവർത്തകൻ. ഈ സംഘടനയിൽ അന്നത്തെ IRAയിൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും അവർക്കറിയില്ല, അവർക്ക് ബന്ധമില്ല. മറിച്ച് ഈ സംഘടനയ്ക്ക് അമേരിക്കയുമായിട്ടും ഓസ്ട്രേലിയയുമായിട്ടും UK തുടങ്ങിയ രാജ്യങ്ങളിലെ യുക്തിവാദികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കടലാസ് സംഘടന, ഒരുപാട് അറിയപ്പെട്ടവരൊക്കെ സംഘടനയുണ്ടായിരുന്നു. ഡോക്ടർ ജ്യോതി ശങ്കർ, സൂര്യനാരായണ, ഗോറ രാമചന്ദ്ര റാവു, MC ജോസഫ്, ലോകണ്ഠവാല, ഡോക്ടർ H നരസിംഹയ്യ തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ ഇതിൽ ബന്ധമുണ്ടായിരുന്നെങ്കിലും ഇതൊരു അഖിലേന്ത്യാ സംഘടന ആയിരുന്നിട്ടില്ല. 1980 ശേഷം ഇതിൻ്റെ തലപ്പത്ത് വന്ന ചിലർ കേരള യുക്തിവാദി സംഘത്തോട് അവരുടെ കീഴ്ഘടകം എന്ന് പറഞ്ഞ രീതിയിൽ പെരുമാറുകയും ഫെഡറൽ സ്വഭാവം നശിപ്പിക്കുകയും ചെയ്തു. ഒരു സാഹചര്യത്തിൽ ഈ സംഘടനയോട് തന്നെ, ഇതൊരു കടലാസ് സംഘടനയാണെങ്കിൽ തന്നെയും കേരള യുക്തിവാദി സംഘം അഫിലിയേറ്റ് ചെയ്തിരുന്നു. നമ്മുടെ മെമ്പർഷിപ്പിൽ നമ്മൾ ഒരു വർഷത്തിൽ 2 രൂപ, അന്ന് 2 രൂപയാണ് മെമ്പർഷിപ്പ് പുതുക്കൽ. ഈ 2 രൂപയിൽ 50 പൈസ ഈ IRAയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ
IRAയുടെ തുടർന്ന് വന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി 1984 സെപ്റ്റംബർ 4-ന് IRAയുമായിട്ട് കേരള യുക്തിവാദി സംഘത്തിനുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിക്കുകയും തൊട്ടടുത്ത് 1985 തിരുവനന്തപുരത്ത് ചേർന്ന കേരള യുക്തിവാദി സംഘത്തിൻ്റെ 10ാം സംസ്ഥാന സമ്മേളനത്തിൽ ഒരു അഖിലേന്ത്യാ സെക്ഷൻ കൂടെ വിളിക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു അഖിലേന്ത്യാ സെക്ഷൻ വിളിച്ചിരുന്നു. ആ സമ്മേളനത്തിൽ ഡോക്ടർ വിജയവാഡ എത്തിക്സ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ വിജയം, RK ലാംഗെ, മിസ്സിസ് ലാംഗെ, അവർ ബുദ്ധിപ്രമാണ്യവാദ സംഘം പൂന, അതുപോലെ പയസ് സേവ്യർ ആൻഡ് ഷൺമുഖം രാജ്കോട്ട് റാഷണലിസ്റ്റ് അസോസിയേഷൻ ഗുജറാത്ത്, മിഖായൽ ഡിസൂസ അത് സൗത്ത് കാനറ റാഷണലിസ്റ്റ് അസോസിയേഷൻ, ഡോക്ടർ BA പരീഖ് സത്യശോധക് സഭ സൂറത്ത്, R കസ്തൂരി തമിഴ്നാട്, വി ആനൈമുത്തു സമീപകാലത്ത് 1-2 കൊല്ലങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. അങ്ങനെ ഇവരൊക്കെ പങ്കെടുക്കുകയും ഇവരെല്ലാം നിർബന്ധപൂർവം പറയുകയും ഒരു അഖിലേന്ത്യാ സംഘടന, ശക്തിപ്പെട്ട ഒരു സംഘടന രൂപീകരിക്കണമെന്ന് പറയുകയും അതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് 1997 ഫെബ്രുവരി 7 ഇവിടെ പാലക്കാട് ചേർന്ന യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടൊപ്പം ഈ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ 1ാം സമ്മേളനം പാലക്കാട് നടത്തുകയും ചെയ്തു. അങ്ങനെ തിരിച്ച് 2ാം സമ്മേളനം ഹൈദരാബാദിലും, 3ാം സമ്മേളനം കോയമ്പത്തൂരിലും, 4ാം സമ്മേളനം മംഗലാപുരത്തും, 5ാം സമ്മേളനം ബാട്ടിൻ്റെ പഞ്ചാബിലും, 6ാം സമ്മേളനം പൂനെയിലും, 7ാം സമ്മേളനം ചെന്നൈ മദ്രാസിലും, 8ാം സമ്മേളനം നാഗപ്പൂരിലും, 9ാം സമ്മേളനം ഒറീസയിലും, 10ാം സമ്മേളനം തിരുവനന്തപുരത്തും, 11-12 സമയങ്ങൾ വിശാഖപട്ടണത്തും പഞ്ചാബിലും, കഴിഞ്ഞ ഡിസംബറിൽ തിരുച്ചിറപ്പള്ളിയിലും നടന്നു. അങ്ങനെ ശക്തമായ ഒരു സംഘടനയ്ക്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ്, ഏതാണ്ട് ഇന്ത്യയിലെ 90 യുക്തിവാദി ശാസ്ത്ര സംഘടന, സെക്കുലർ, നിരീശ്വരവാദി എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ടുള്ള 90 സംഘടനകളിൽ ചേർന്ന് ഉള്ളതാണ് ഫിറ എന്ന് പറയുന്ന ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ. അതിൻ്റെ ചുമതലയിൽ തന്നെ 2004-ലും 2013-ലും 2 പാർലമെൻറ്റ് മാർച്ച് വെച്ചു. എന്നുവെച്ചാൽ ഒരു സെക്കുലർ മതമുക്ത രാഷ്ട്രീയ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്നും ഏകീകൃതമായ സിവിൽ നിയമം നടപ്പിലാക്കണമെന്നും വിദ്യാഭ്യാസം ദേശസൽക്കരിക്കണമെന്നും വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷ മുന്നണി രൂപീകരിക്കണം എന്നുള്ള മുദ്രാവാക്യങ്ങളെല്ലാം വെച്ചു. അതുമാത്രമല്ല, അവസാനത്തെ 2ാമത്തെ സമ്മേളനം അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം അഖിലേന്ത്യാ തലത്തിൽ നടപ്പിലാക്കണമെന്നും ഒരു തീരുമാനം വെച്ചിട്ടാണ് ഈ 2 പാർലമെൻറ്റ് മാർച്ചുകൾ നടന്നത്. പക്ഷേ ഇന്ന് 2013-ന് ശേഷം ഫിറയുടെ നേതൃത്വത്തിൽ വരുന്ന പ്രവർത്തകർ ഇത്തരം ആക്ഷൻ പരിപാടികളൊക്കെ നടത്താൻ ശക്തരായില്ല. ഇന്ന് വീണ്ടും കടലാസ് സംഘടനയിലേക്ക് ആയി പോകുന്നു എന്നാണ്. അവിടെയാണ് യു കലാധം മാസ്റ്ററുടെ പ്രവൃത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി പറയാവുന്നത്. കലാധം മാസ്റ്റർ 2013 ഒരു അഖിലേന്ത്യാ പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നതിന് ഏതാണ്ട് 2 മാസക്കാലമാണ് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് പഞ്ചാബ് അവിടെയുള്ള പ്രാദേശികത്തിലുള്ള എല്ലാ സംഘടനകളെയും ബന്ധപ്പെട്ട് പ്രാദേശികമായ ഒരുപാട് സമ്മേളനങ്ങൾ വിളിച്ചാണ് ഡൽഹിയിൽ 1000-ഓളം പേരെ 2004-ലും 2013-ലും അവിടെ കൂട്ടാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വിടവ് എന്ന് പറയുന്നത് നികത്താനാവാത്ത വിടവെന്ന് പറയും. എല്ലാവരും സാധാരണ അതിശയോക്തി ഇത് കലർത്തി പറയുമായിരിക്കും. പക്ഷേ ഇത് അതിശയോക്തിയല്ല. അദ്ദേഹം ചെയ്ത പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താൻ ഇന്ന് മറ്റൊരാൾ ഇല്ല എന്നുള്ള കാര്യമാണ്. ഈ യാത്രകളെല്ലാം തന്നെ കലാം മാഷെടുത്ത് ഒറ്റം ആദ്യം ശ്രീ പ്രേമാനന്ദ്, കലാം മാഷ്, സുകുമാരൻ, ഇരിങ്ങൽ കൃഷ്ണൻ മാസ്റ്റർ, അഖിലേന്ത്യ ഇന്ത്യ മുഴുക്കൻ യാത്ര ചെയ്തത് ഞങ്ങൾ 4 പേരുമായിരുന്നു. ഇതിൻ്റെ ഇന്നത്തെ ഭാരവാഹികൾക്ക് ഇതിൻ്റെ പൂർവ്വചരിത്രം പോലും അറിയില്ല. അതാണ് നമ്മുടെ സംഘടന. പൂർവ്വചരിത്രം അന്വേഷിക്കാത്തവരാണ്. ഒരു വർഷത്തിൽ തന്നെ ഞാൻ നോട്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് പരിശോധിച്ചപ്പോൾ എനിക്ക് തന്നെ
ഇപ്പോൾ 2012 ഫെബ്രുവരിയിൽ 8ാം ദേശീയ സമ്മേളനം നാഗപ്പൂരാണ്. അടുത്ത് ഏപ്രിൽ മാസത്തിൽ വീണ്ടും നാഗപ്പൂരിൽ വീണ്ടും സമ്മേളനം ചേരുന്നുണ്ട്. സെപ്റ്റംബർ മാസം വിജയവാഡയിൽ സമ്മേളനം ചേരുന്നു. ഒക്ടോബർ മാസം ഡൽഹിയിൽ സമ്മേളനം ചേരുന്നു. ഡിസംബർ മാസം ബോംബെയിൽ സമ്മേളനം ചേരുന്നു. അടുത്ത് ഡിസംബർ മാസം തന്നെ ഹൈദരാബാദിൽ. ഒരു വർഷത്തിൽ തന്നെ കേരളത്തിന് പുറത്ത് 6 സമ്മേളനങ്ങളാണ് നടത്തപ്പെട്ടത്. അങ്ങനെ ഒരു ശക്തമായ സംഘടനയ്ക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും മോൻ്റെ വിദ്യാഭ്യാസവും കുടുംബ ജീവിതത്തിൽ തന്നെ ഒരുപാട് പോരായ്മകൾ എല്ലാം മറന്നുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് കലാനന്ദൻ മാസ്റ്റർ. അങ്ങനെ ഒരാൾ ഇപ്പോഴില്ല എന്നുള്ള കാര്യമാണ്. കേരള ഐക്യവായ സംഘത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, മറ്റൊരാളിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് ഈ സംഘടനയിൽ ഏതാണ്ട് ഒരു 50 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. 75 മുതൽ 25 വരെ ആകുമ്പോൾ 50 കൊല്ലമായി. ഈ 50 കൊല്ലം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒപ്പം യാത്ര ചെയ്ത ഒരാൾ അല്ല. ഞാനില്ലാതെ അങ്ങനെ ഒരു കിലോമീറ്റർ പോലും ഇന്ത്യയിൽ സംഘടിച്ചില്ല. കാരണം ഈ ഇപ്പം പറഞ്ഞാൽ നമ്മുടെ ഡൽഹി കേന്ദ്രീകരിച്ച് ഒരുപാട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. യുക്തിവാദി സംഘത്തിന് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ധാരാളം പേര് വരാൻ തയ്യാറാവുമ്പോൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആളില്ല എന്ന് പറയുന്ന വെറുതെ അല്ല, പ്രവർത്തിക്കാൻ തയ്യാറില്ല ഉണ്ടെങ്കിൽ 1000-ഓ 2000-ഓ ആളുകളെ ഡൽഹിയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റ് സമരത്തിനോ വേണ്ടി കേന്ദ്രീകരിക്കാൻ ശക്തമാകും. ഇന്ത്യയിലൊരു ശക്തമായ സംഘടന കെട്ടിപ്പടുക്കാൻ ഇനിയും സാധ്യതകളുണ്ട്. കുറച്ച് അർപ്പണബോധമുള്ള കുറേ ആളുകളുടെ ആവശ്യമുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ട ഒരാളാണ് യു കലാനന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ വിടവ് ചിലപ്പോൾ പറയും അത് അദ്ദേഹത്തിനെ മാതൃകയാക്കണമെന്ന് പലരും പറയും. പക്ഷെ മാതൃകയാക്കിയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. മാതൃകയാക്കണമെന്ന് പറയാം, പക്ഷെ മാതൃക ആക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ആയിത്തീരുക. ഈ യാത്രകളെല്ലാം തന്നെ ആരുടെ സഹായത്തിനുമില്ല. അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിൻ്റെ പെൻഷൻ വാങ്ങിച്ചു, ഞാനും അതുപോലെ തന്നെ, കിഷൻ മാസ്റ്ററും അങ്ങനെ തന്നെ, എല്ലാം തന്നെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചുമാണ് ഓരോ സമ്മേളനങ്ങളും ഓരോ പരിപാടികൾക്കും യാത്ര ചെയ്യുന്നത്. അങ്ങനെ ജീവിതം യുക്തിവാദ പ്രചരണത്തിന് വേണ്ടി നമുക്കുള്ള കൃതാർത്ഥത എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഇവിടെ കോഴിക്കോട് ഫറൂഖ് കോളേജിലെ അനസ് യുക്തിവാദത്തെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് നേടി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാൾ വരുന്നുണ്ട്. സ്കോട്ട്ലൻഡിൽ എഡിൻബറ യൂണിവേഴ്സിറ്റിയിൽ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും ഫിറയുടെ ഓർഗനൈസേഷൻ പറ്റിയും നമ്മുടെ മകരജ്യോതിസ് പോലുള്ള തട്ടിപ്പുകളെ പറ്റിയും പഠിക്കാൻ വേണ്ടി എഡിൻബറ യൂണിവേഴ്സിറ്റിയിൽ അവിടെ രജിസ്റ്റർ ചെയ്ത് റിസർച്ച് ചെയ്യുന്ന ആൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ കൈരളി ടി വിയുടെ ആൾക്കാർ വന്നു. കൈരളി ടി വിയുടെ പ്രധാന ഒരു ചീഫ് എഡിറ്റർ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്തിനാ നമ്മുടെ 81 ശ്രീലങ്ക സിദ്ധൻ ഇവിടെ വന്ന് തലയിൽ 100 കരികടിച്ച് പകരം നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തലയിൽ 100ഉം 25ഉം കരിക്കടിച്ച് പൊട്ടിച്ചു കാണിച്ചു. എല്ലാ ദിവ്യന്മാരും കാണിക്കുന്ന എല്ലാ തട്ടിപ്പുകളും പൊളിച്ചു കാണിക്കൂ. അതും എല്ലാം പഠിച്ച് ഒരു റിസർച്ച് ഒരു ഗൈഡ് പ്രസിദ്ധീകരിക്കണമെന്നാണ് കൈരളി ടി വിയുടെ ഒരു എഡിറ്റർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇത് പരാജയമല്ല, വിജയത്തിലേക്കാണ് വീണ്ടും വീണ്ടും പോകുന്നത്. അതിൻ്റെ സാധ്യതകൾ വളരെ വിശാലമാണ്. അവരെ എല്ലാം സഹായിക്കാനും കേരള യുക്തിവാദി സംഘം തയ്യാറാണ്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മളിപ്പോൾ കലാനന്ദൻ മാസ്റ്ററുടെ പേരിലുണ്ടാക്കുന്ന സ്മാരകവും തൃശ്ശൂരിലുള്ള പവന സെൻറ്ററും ഈ റിസർച്ച് വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഉപയോഗപ്രദമായി ഉപയോഗിക്കാൻ കഴിയണം എന്നാണ് ആഗ്രഹം. അതിനുള്ള സഹായങ്ങൾ ചെയ്യാനും കേരള യുക്തിവാദി സംഘം ഒരുക്കമാണെന്ന് കേരള യുക്തിവാദി സംഘം അതിൻ്റെ സബോർഡിനേറ്റായി പ്രവർത്തിച്ച AT കോർ ട്രസ്റ്റ് തുടങ്ങിയ കേന്ദ്രങ്ങളും അതിന് തയ്യാറാണെന്ന് അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെ മുല്ലവീട്ടിൽ ബാവക്കാൻ പറഞ്ഞു. ഒരുപാട് ആളുകളുടെ സന്നദ്ധ, കാരണം കലാനന്ദൻ മാസ്റ്ററുടെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും വന്നപ്പോൾ അങ്ങേറ്റത്ത് ഡോക്ടർ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ പാറ്റ്നയിലെ അവിടുത്തെ ബുദ്ധിവാദി മഞ്ചിൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം പാറ്റ്ന യൂണിവേഴ്സിറ്റിയുടെ ഫിലോസഫിയുടെ HOD ആണ്. അതുപോലെ തന്നെ ഭുവനേശ്വറിലെ ഇവിടെ
ധനേശ്വർ സാഹു ഭുവനേശ്വറിൽ അവിടുത്തെ ഉത്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫിയുടെ ഹെഡാണ്. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും അവിടുത്തെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പണ്ഡിതന്മാർക്കും കലാമാസ്റ്റർക്കും വേണ്ടി മുന്നോട്ടിറങ്ങാൻ തയ്യാറാണ്. അവരുടെയൊക്കെ സേവനങ്ങളെല്ലാം കൊടുത്ത് നമ്മുടെ സംരംഭം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. നമ്മളുടെ മാഷിൻ്റെ ഓർമ്മകൾ ഇവിടെ ഒട്ടേറെ ആളുകൾ പങ്കുവച്ചു. ഒപ്പം മാഷ് ഉയർത്തിയ ആശയങ്ങളും ആദർശങ്ങളുമൊക്കെ സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടുന്ന ഒരു പ്രസ്ഥാനം മാഷിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഒരു ഫൗണ്ടേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. ഒപ്പം ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ തലമുറയ്ക്ക് മാഷ് ഒരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ ആയിരുന്നു. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കേരള യുക്തിവാദി സംഘത്തെ സംബന്ധിച്ചോളം മാഷ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പടക്കുതിരയായിരുന്നു. ആ പടക്കുതിരയെ ആർക്കും ഒരു ഗ്രാമത്തിലും ഒരു പ്രദേശത്തും പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ല. അത് ഈ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലും ഇന്ത്യയിലെമ്പാടും സഞ്ചരിച്ച് സ്വയം അതിൻ്റെ വാസസ്ഥലത്ത് വന്ന് അണയുകയാണ് ഉണ്ടായത്. അതായിരുന്നു കലാധരൻ മാഷ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. എന്നും എക്കാലവും മാഷ് ഞങ്ങൾക്കൊരു പാഠപുസ്തകമാണ്. കേരളത്തിലെ ഓരോ യുക്തിവാദി പ്രവർത്തകനും മാഷൊരു പാഠപുസ്തകം തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വൈകിയ വേളയിൽ മാഷിൻ്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടി അയവിറക്കിക്കൊണ്ട് ഈ പുതിയതായിട്ട് തുടങ്ങുന്ന സംരംഭത്തിന് കേരള യുക്തിവാദി സംഘത്തിൻ്റെയും ഞങ്ങളെ കൊല്ലം ജില്ലയിലെ പ്രവർത്തകരുടെയും ഒക്കെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, മാഷിനെ പറ്റിയുള്ള ഓർമ്മകൾ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ പലരിൽ നിന്നും കേട്ടു. നമുക്ക് മാഷിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരാളിൽ നിന്ന് കേൾക്കുന്നതിനെക്കാട്ടി നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഓർമ്മകൾ പലപ്പോഴും മുന്നോട്ട് വരും. അത്തരം ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോൾ എനിക്കാണെങ്കിൽ മാഷിനെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. മാഷ് എറണാകുളത്ത് വരുമ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കുകയും അവിടെ നിന്നുകൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് മാഷിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാവരും അവരോട് സ്മരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാഷ് അനശ്വരനായ മാഷ് എന്നും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഉണ്ടാവും. അതിനപ്പുറത്ത് മറ്റൊരു ഓർമ്മ പുതുക്കലിൻ്റെ ആവശ്യമില്ല. നന്ദി, നമസ്കാരം. TP മണിയെ നന്ദി പ്രകാശനത്തിന് വിളിച്ചുകൊള്ളുന്നു. ഒത്തുകൂടിയ നമുക്കെല്ലാവർക്കും അദ്ദേഹം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് വരും കാലങ്ങളിൽ സജീവമായി പ്രാവർത്തികമാക്കാൻ ആവശ്യമായ പരിപാടികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും എന്നതാണ് നമുക്ക് അദ്ദേഹത്തോട് നിർവഹിക്കാനുള്ള കടമ. ആ കടമ ഏറ്റെടുത്തുകൊണ്ട് യഥോചിതം അത് ഭംഗിയായി നടപ്പിലാക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളിൽ നമ്മളിൽ നിന്നുണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടി വളരെ വിജയകരമായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിനും നടപ്പിലാക്കുന്നതിനും പരിശ്രമിച്ച ഇവിടെ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും സഹായം കൊണ്ടും മറ്റു പല രീതികളിലും അതുമായി സഹകരിച്ച പരിപാടിയുമായി സഹകരിച്ച ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും സംഘാടക സമിതിയുടെയും കേരള യുക്തിവാദി സംഘം സംസ്ഥാന കമ്മിറ്റിയുടെയും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. കുറേ പേര് സംസാരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ വന്ന വന്ധ്യവയോധികനും ഒക്കെ ഇതിനു വേണ്ടി ദാഹിച്ച ആളുകളാണ്. പക്ഷേ സമയത്തിൻ്റെ കുറവ് മാത്രമല്ല, നമ്മൾ നേരത്തെ നോട്ടീസിൽ പറഞ്ഞ ആളുകൾ മാത്രമേ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. സദയം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം വിജയകരമായി നടത്താൻ എല്ലാ സഹായ സഹകരണങ്ങളും സേവനം നൽകിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.